ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്നേഹക്കൂട്. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഡിഷ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിഷാണ് ഫിഷ് മസാല റോസ്റ്റ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം നമുക്ക് എങ്ങനെയാണ് ഫിഷ് മസാല റോസ്റ്റ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഫിഷ് മസാല റോസ്റ്റ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് 1/2 കിലോ മോദ ഫിഷാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതുപോലെയാണ് ഞാൻ പീസ് ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഫിഷിലേക്ക് മസാലകളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടണം. അപ്പം നമുക്ക് ഇതൊന്ന് മൂടി ഒരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഫിഷിലേക്ക് മസാലകളൊക്കെ ഒന്ന് പിടിച്ചു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് ഫിഷിന്റെ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഫിഷ് മസാല റോസ്റ്റിന് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. മീഡിയം ഫ്ലെയിമിലാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഓരോ സൈഡും 2 മിനിറ്റ് വീതം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഫിഷിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. ഫിഷ് കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റും കൂടി കൊണ്ട് ആ സൈഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടും. ഫിഷ് ഇവിടെ ഹാഫ് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും മതി. നമുക്ക് ഇത് ഓയിലിൽ നിന്ന് മാറ്റാം. ഇനി നമ്മൾ ഈ സെയിം ഓയിലിൽ തന്നെയാണ് ഫിഷ് മസാല റോസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നത്. ഇതിലേക്ക് അല്പം ഉലുവ ഇട്ട് കൊടുക്കാം. ഈ സെയിം ഓയിൽ തന്നെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫിഷ് മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഒരിക്കലും നമ്മൾ ഈ ഓയിൽ തണുത്തതിന് ശേഷം യൂസ് ചെയ്യരുത്. ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടാകും. ചൂടോടുകൂടെ ഉപയോഗിച്ചാൽ നമുക്ക് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർക്കാം. ഈ 4 മീഡിയം സൈസ് സവാള ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തതാണ്. അതും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ഒരു 4 പച്ചമുളക് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് ഒന്ന് വാടി വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം പെട്ടെന്നൊന്ന് വാടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്താണ് ഫിഷ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം.
1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണമെല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ ഇതിലേക്ക് 1 തക്കാളി മിക്സിയുടെ ജാറിലേക്കിട്ട് അടിച്ചെടുത്തതാണ്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കാതെയാണ് ഈ തക്കാളി അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ പീസ് പുളി. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്, അതും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി വലിയ പീസസ് ആകുമ്പോഴേക്കും നമുക്ക് അതൊരു കാണാനൊരു ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടാൽ മതി. നമ്മുടെ ഫിഷ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ടൈമിൽ കണ്ട ഇതുപോലെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോഴേക്കും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഫിഷ് ഈ ഗ്രേവി കൊണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഫിഷ് ഈ മസാല യൂസ് ചെയ്തിട്ട് ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി ലോ ഫ്ലെയിമിൽ ഒരു 7 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ഫിഷ് മസാല കുക്ക് ചെയ്യാൻ വെച്ചിട്ട് 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതെന്തായെന്നൊന്ന് തുറന്നു നോക്കാം. ആഹാ, അസാധ്യ ടേസ്റ്റിലുള്ള നമ്മുടെ കിടിലൻ ഫിഷ് മസാല റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ രുചികരമായിട്ടുള്ള ഫിഷ് മസാല റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. മറ്റൊരു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.